നിലവിൽ നിക്ഷേപ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിസന്ധി നേരിടുന്ന ഓരോ സംഘത്തിനും കൃത്യമായ പാക്കേജ് ആയിരിക്കും. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ഇത്രയും പരിശോധിച്ചത് വെച്ച് പലപ്പോഴും ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കടമ പലയിടത്തും നിർവഹിച്ചിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലതും ക്ലീൻ ചിറ്റാണ്, സംഘങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കും. അവസാനം പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വെച്ച് ഒരാൾക്കുമെതിരെ, ഇതിനെ പരിശോധിക്കാൻ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമെതിരെ നാളിതുവരെ സിവിലായോ ക്രിമിനലായോ ഒരു നടപടി, ഒരു ഓഡിറ്റർക്കോ ഒരു ഇൻസ്പെക്ടർക്കോ എതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഇതിന്റെ പട്ടിക പൂർത്തീകരിച്ച് ഐഡന്റിഫിക്കേഷൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൽ ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്താനും, അവിടെ ക്രിമിനൽ ഇന്റൻഷൻ മനഃപൂർവ്വമായിട്ടാണ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ നാളിതുവരെ നടത്തിയിട്ടില്ലാത്തവണ്ണം ക്രിമിനൽ നടപടികൾക്കുൾപ്പെടെ അവർക്കെതിരെ സ്വീകരിക്കാനുമുള്ള തീരുമാനം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് സഹകരണ മേഖലയുടെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ.